ഉയർക്കാത്ത മനിതരെ ഉണ്മയാന നാടേ നന്ദി. കൊല ചെയ്യപ്പെട്ടത് മലപ്പുറം സ്വദേശി, കൊന്നത് തമിഴ്നാട് തഞ്ചാവൂർ സ്വദേശി അർജുൻ അത്തിമുത്തു. ഒടുവിൽ കുവൈത്ത് നീതിപീഠം അർജുൻ അത്തിമുത്തുവിന് വധശിക്ഷ വിധിച്ചു. ഇതറിഞ്ഞ ഭാര്യ മാലതി ഉടൻ തന്നെ മലപ്പുറത്തെ പാണക്കാട് തറവാടിലെത്തി. പാണക്കാട്ടെ മുനവർ അലി ശിഹാബ് തങ്ങളെ കാണാനാണ് മാലതി പാണക്കാടെത്തിയത്. തൻ്റെ ഭർത്താവിനെ രക്ഷിക്കണമെന്ന് പൊട്ടിക്കരഞ്ഞപ്പോൾ ആ മനസ്സ് തകർന്നുപോയി. ഭർത്താവിനെ രക്ഷിക്കാമെന്ന് ഏറ്റുപറയുകയും ചെയ്തു. ഒടുവിൽ ആ വാക്ക് പരിപൂർണതയിലെത്തി. അതിനുശേഷം തമിഴ്നാട് സ്വദേശിനിയായ മാലതി ഒരു വീഡിയോ സന്ദേശം അയച്ചു. അതിലാണ് ഇങ്ങനെ പറഞ്ഞത്: ഉയിർക്കാത്ത മനിതരെ ഉണ്മയാന നാടേ നന്ദി. മലപ്പുറത്തുകാർക്കും മുനവർ അലി ശിഹാബ് തങ്ങൾക്കും നന്ദി അറിയിച്ച് അർജുൻ അത്തിമുത്തുവിന്റെ ഭാര്യ മാലതി. വാർത്തകൾ. മലപ്പുറം സ്വദേശിയെ വധിച്ച കേസിൽ അർജുന് വിധിച്ച വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചുകൊണ്ടുള്ള അറിയിപ്പ് കഴിഞ്ഞ ദിവസം മാലതിക്കും മുനവർ അലി തങ്ങൾക്കും ലഭിച്ചിരുന്നു. ജയിലിൽ കഴിയുന്ന അർജുൻ 6 വർഷത്തിന് ശേഷം കഴിഞ്ഞ ദിവസം മാലതിയുമായി ഫോണിൽ സംസാരിച്ചു. മുനവർ അലി ശിഹാബ് തങ്ങളുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമത്തിൽ കൊല്ലപ്പെട്ട അയാളുടെ കുടുംബം അർജുന് മാപ്പ് നൽകുകയും അതിന്റെ രേഖകൾ കുവൈത്ത് അധികാരികൾക്ക് സമർപ്പിക്കുകയുമായിരുന്നു. കൊല്ലപ്പെട്ട അയാളുടെ കുടുംബം ആവശ്യപ്പെട്ട 30 ലക്ഷം രൂപയിൽ 27 ലക്ഷം രൂപ പ്രവാസികൾ ഉൾപ്പെടെയുള്ളവരുടെ സഹായത്തോടെ സമാഹരിച്ചാണ് ശിക്ഷയിളവ് ഉറപ്പാക്കിയത്. തമിഴ്നാട് തഞ്ചാവൂരിൽ നിന്നും അർജുന്റെ ഭാര്യ മാലതി പാണക്കാട് മുനവർ അലി ശിഹാബ് തങ്ങൾക്ക് വീഡിയോ സന്ദേശം അയച്ചു. ഉയിർക്കാത്ത മനിതരെ ഉണ്മയാന നാടേ നന്ദി. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് കുവൈത്തിലെ ജയിലിൽ കഴിഞ്ഞ തമിഴ്നാട്ടുകാരൻ അർജുൻ അത്തിമുത്തുവിനെ കൊലക്കയറിൽ നിന്ന് രക്ഷപ്പെടുത്തിയതിന്റെ നന്ദി കണ്ണീർ കലർന്ന സന്തോഷത്തോടെയാണ് മാലതി മലപ്പുറത്തുകാരെ അറിയിച്ചത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.